Hello, Namaskaram. My name is Sandhya. I am in this channel. I am Indian recipes. Now, we will do recipe Poondu kulambu. This is a Tamil Nadu style TL model curry. Poondu is veluthulli. Veluthulli ഉപയോഗിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലും അടിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യും. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. വറുത്തിടാനായിട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ്, ജീരകം, ഉലുവ, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പുളി, കുറച്ച് ശർക്കര, കരിവേപ്പില, വെളുത്തുള്ളി തൊലി കളഞ്ഞത്, ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, പിന്നെ കുറച്ച് എണ്ണയും ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കി തുടങ്ങാം. അടുപ്പത്ത് ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോർമൽ ഓയിൽ ഉപയോഗിച്ചാലും മതി. അത് നല്ലോണം ചൂടാവുമ്പോൾ കടുക്, ഉഴുന്നുപരിപ്പ്, തോരപ്പരിപ്പ്, ഉലുവ, ജീരകം ഇതിലേക്ക് ചേർക്കുക. ഇതൊക്കെ ഒന്ന് മൂത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്യാം. അതിനുശേഷം ചെറിയുള്ളി, വെളുത്തുള്ളി ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ബ്രൗൺ ആവുന്നത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം, എന്നിട്ട് വേണം യൂസ് ചെയ്യാൻ. വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി വെള്ളത്തിൽ കുതിർത്തി വെച്ചത്, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ശർക്കര, ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതൊന്ന് കറി ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം. കറി നല്ലോണം വരട്ടി ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വെന്തോന്ന് നോക്കണം. വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. കറി നന്നായിട്ട് കുറുകി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വെന്തതിന് ശേഷം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് എടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടിയുടെ അനുസരിച്ചിരിക്കും ഇതിങ്ങനെ എത്ര കുറുകുന്നു എന്നുള്ളത്. അപ്പോൾ ഇൻ കേസ് ഇത് കുറുകിയില്ല എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ അരിപ്പൊടിയിൽ വെള്ളം കലക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് കുറുകി കിട്ടും. അപ്പോൾ കറി റെഡിയാണ്. പൂണ്ട് കുഴമ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ലഞ്ചിന് മെഴുക്കുവരട്ടിയോ തോരൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം കാണുന്നവരെ
ബൈ.